ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകര പരമാഹ്ലാദജനനീം. യത്തദ്വിശുദ്ധാനുഭവമാത്രമേകം സ്വതേജസാധ്വസ്തഗുണവ്യവസ്ഥം പ്രത്യക് പ്രശാന്തം സുധിയോപലംബനം ഹ്യനാമരൂപം നിരഹം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 36-ാമത്തെ സർഗത്തിൽ മിഥിലയെ ലക്ഷ്യമാക്കി വിശ്വാമിത്ര മഹർഷിയോടും മറ്റു മുനിമാരോടുമൊപ്പം ഗംഗാതീരത്ത് എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. ത്രീൻ പഥോ ഹേതുനാ കേന പ്ലാവയേൽ ലോകപാവനി കഥം ഗംഗാ ത്രിപഥഗ വിശ്രുത സരിതുത്തമ. ലോകപാവനിയായിട്ടുള്ള ഗംഗ എന്ത് കാരണം കൊണ്ടാണ് 3 മാർഗത്തിലൂടെ ഒഴുകിയത് എന്നുള്ള രാമൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആദ്യം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തത് കുമാരസംഭവം കഥയാണ്. മഹാദേവൻ്റെ തേജസ്സിൽ നിന്ന് ആവിർഭവിച്ച കാർത്തികേയൻ്റെ കഥ പറഞ്ഞു. ദേവന്മാരുടെ മുഴുവൻ സേനാധിപതിയായിത്തീർന്ന കാർത്തികേയൻ്റെ കഥയ്ക്ക് ശേഷമാണ് ഗംഗയുടെ കഥ പറയാൻ ആരംഭിക്കുന്നത്. സൂര്യവംശത്തിൽ ഉത്ഭവിച്ച് അയോധ്യാധിപതിയായിത്തീർന്ന സഗരൻ എന്ന രാജാവ്, അതായത് സാക്ഷാൽ രാമലക്ഷ്മണന്മാരുടെ പൂർവികനാണ് സഗരൻ എന്ന രാജാവ്. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു, കേശിനി, സുമതി എന്നിങ്ങനെ പേരായിട്ട്. പക്ഷേ 2 പത്നിമാരിലായാലും ഈ സഗര രാജാവിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് സഗരൻ പത്നിമാരോടൊപ്പം ഹിമാലയത്തിലെ ഭൃഗുപ്രസ്രവണം എന്ന സ്ഥലത്ത് ചെന്ന് കഠിനമായ തപസ് ആരംഭിച്ചു. അങ്ങനെ കുറേ കാലം ചെല്ലുമ്പോൾ ഭൃഗുമഹർഷി ഈ രാജദമ്പതിമാരെ ആശീർവദിച്ചു. അപത്യലാഭസുമഹാൻ ഭവിഷ്യതി തവാനഘ കീർത്തിം ചാപ്രതിമാം ലോകേ പ്രാപ്സ്യസേ പുരുഷർഷഭ ഏകാചനയിതാ താതപുത്രം വംശകരം തവ ഷഷ്ടിം പുത്രസഹസ്രാണി അപരാ ജനയിഷ്യതി. അങ്ങയ്ക്ക് അനേകം മക്കളെ ലഭിക്കും, ലോകത്തിൽ അതുല്യമായ കീർത്തിയുണ്ടാവും. ഈ ഭാര്യമാരിൽ ഒരുവൾ വംശം നിലനിർത്തുന്നവനായ ഒരു പുത്രനെ പ്രസവിക്കും, മറ്റവൾ 60,000 പുത്രന്മാരെ പ്രസവിക്കും എന്നാണ് ഭൃഗുമഹർഷിയുടെ ആശീർവാദം. കേശിനിയുടെ ആഗ്രഹം വംശം നിലനിർത്താൻ പോന്ന ഒരു പുത്രൻ വേണമെന്നായിരുന്നു. സുമതിയുടെ ആഗ്രഹം 60,000 പുത്രന്മാർ വേണമെന്നായിരുന്നു. കാലക്രമേണ 2 പേരും ഗർഭിണികളായി തീർന്നു. കേശിനി പ്രസവിച്ചത് ഒരു പുത്രൻ, അസമഞ്ജസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുമതി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡമായിരുന്നു, അത് പിളർന്ന് 60,000 പുത്രന്മാരും ഉണ്ടായി. കാലക്രമേണ എല്ലാവരും വളർന്നു യുവാക്കളായി തീർന്നു. ആ സമയത്ത് അസമഞ്ജസൻ്റെ ചില പ്രവൃത്തികൾ എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി സരയൂ നദിയിലേക്ക് എറിഞ്ഞ് അവർ മുങ്ങിത്താഴണത് നോക്കി അത് കണ്ട് രസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അസമഞ്ജസൻ്റെ വിനോദം. അതിനിഷ്ഠുരമായ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്ന അസമഞ്ജസനെ രാജാവ് നാടുകടത്തി. ഈ അസമഞ്ജസൻ്റെ പുത്രനാണ് അംശുമാൻ. വളരെ മധുരമായി സംസാരിക്കുന്ന അംശുമാൻ എല്ലാവർക്കും സമ്മതനായിരുന്നു. അങ്ങനെ കുറച്ചു കാലം ചെന്നപ്പോൾ സഗര രാജാവിന് ഒരു യാഗം ചെയ്യണം എന്ന് ഒരു തോന്നലുണ്ടായി. എല്ലാ ഉപാധ്യായന്മാരെല്ലാവരും വിളിച്ച് യാഗത്തിന് വേണ്ട തീരുമാനങ്ങളെടുത്തു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. ഹിമാലയത്തിനും വിന്ധ്യപർവ്വതത്തിനും ഇടയിലുള്ള പ്രദേശത്താണ് യാഗം ആരംഭിച്ചത്. യജ്ഞങ്ങൾക്ക് വളരെ പേരുകേട്ട സ്ഥലമാണത്. ഇവിടെ യാഗാശ്വത്തിൻ്റെ സംരക്ഷണം സഗരൻ അംശുമാനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അംശുമാൻ്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന യാഗാശ്വത്തെ ഒരു പർവ്വദിനത്തിൽ, പർവ്വദിനം എന്ന് വെച്ചാൽ വെളുത്ത വാവിൻ്റെ അന്ന് എന്നർത്ഥം, അന്ന് ഇന്ദ്രൻ ഒരു രാക്ഷസ രൂപം കൊണ്ട് ഈ അശ്വത്തെ അപഹരിച്ചു. ഉപാധ്യായന്മാരെല്ലാവരും ചേർന്ന് സഗര രാജാവിനെ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന്
ഈ യാഗാശ്വത്തെ തിരിച്ച് കൊണ്ടുവരണം. ഈ അപഹർത്താവിനെ തോൽപ്പിച്ച് കുതിരയെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് യാഗം മുടങ്ങുന്നതിന് കാരണമാവും, അത് എല്ലാ തരത്തിലും അമംഗളമായി ഭവിക്കും എന്നെല്ലാം അവർ പറഞ്ഞു. തുടർന്ന് സഗരൻ തൻ്റെ 60,000 പുത്രന്മാരെയും വിളിച്ച് ഈ യാഗാശ്വത്തെ അന്വേഷിച്ച് തിരിച്ച് കൊണ്ടുവരുന്നതിനായിട്ട് നിയോഗിച്ചു. പിതാവിനെ നമസ്കരിച്ച് ചെന്ന് ഭൂമി മുഴുവൻ പരതിയിട്ടും ഈ സഗരപുത്രന്മാർക്ക് അശ്വത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. എല്ലായിടത്തും തിരഞ്ഞിട്ടും കണ്ടെത്താതെ തിരിച്ചു വന്ന അവരോട് സഗരൻ പറഞ്ഞു, ഭൂമി കുഴിച്ച് ഖനനം ചെയ്ത് അശ്വത്തെ തിരയാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സഗരന്മാർ ഭൂമി കുഴിക്കാൻ ആരംഭിച്ചു. തത് പ്രാഗുത്തരാം ഗത്വാ സാഗരപ്രഥിതാം ദിശം രോഷാദഭ്യഘനൻ സർവേ പൃഥിവീം സഗരാത്മജാഹ. പ്രാഗുത്തരം ദിക്കുകളിലെ ഏറ്റവും പ്രാധാന്യം ഉള്ള സ്ഥലമാണ് കിഴക്ക് വടക്ക് ദിക്ക്. അങ്ങനെ ഈ പ്രാഗുത്തര ദിക്കിൻ്റെ നേരെ ചെന്ന് ഇവർ ഖനനം ചെയ്യാൻ ആരംഭിക്കണു. തുടർന്ന് അവിടെ വച്ചിട്ട് ദദൃശു കപിലം തത്ര വാസുദേവം സനാതനം ഹയഞ്ച തസ്യ ദേവസ്യ ചരന്തമവിദൂരത പ്രഹർഷമതുലം പ്രാപ്താഹ സർവേ തേ രഘുനന്ദന. അവിടെ കപിലസ്വരൂപനായ ഭഗവാനെ അവർ കാണുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് ഈ കുതിരയെ കൂടി, ഈ ആകാശത്തെയും അവർ കണ്ടെത്തുന്നു. ഭഗവാനെ തിരിച്ചറിയാത്ത സഗരപുത്രന്മാർ യാഗാശ്വത്തെ ഇന്ദ്രൻ അപഹരിച്ച് അവിടെ കൊണ്ടുവന്ന് തളച്ചിട്ടുള്ളതായിട്ടുള്ള ഈ ആകാശത്തെ കപിലദേവനാണ് അപഹരിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭഗവാന് നേരെ ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുമ്പോൾ കപിലയോഗീശ്വരൻ ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി ഈ സഗരപുത്രന്മാരെയെല്ലാം ഭസ്മമാക്കി തീർന്നു. അവർ ഒരു ചാമ്പൽ കൂനയായി അവിടെ അവശേഷിച്ചു. അനേക കാലമായിട്ടും ഈ സഗരപുത്രന്മാരാരും തിരിച്ചു വന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവ് അംശുമാനോട് ആവശ്യപ്പെട്ടു, തൻ്റെ പൂർവികരെ കണ്ടെത്തുക, അതോടൊപ്പം യാഗാശ്വത്തെയും കണ്ടെത്തി കൊടുക്കാനായിട്ട് സഗരൻ അംശുമാനോട് ആവശ്യപ്പെടുന്നു. സഗരപുത്രന്മാർ ഖനനം ചെയ്ത മാർഗത്തിലൂടെ അംശുമാൻ ഭൂമിക്കടിയിലെത്തിച്ചേർന്നു. അവിടെ വച്ച് ദിഗ്ഗജങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ദിക്പാലകന്മാരുടെ ആശംസകളോടുകൂടി അംശുമാൻ തൻ്റെ പിതൃക്കൾ ഭസ്മകൂമ്പാരമായി കിടക്കുന്നിടത്ത് എത്തിച്ചേർന്നു. അതീവ ദുഃഖിതനായി തീർന്ന അംശുമാൻ അവിടെ യാഗാശ്വത്തെയും കണ്ടെത്തി. തുടർന്ന് തൻ്റെ പിതൃക്കൾക്ക് ഉദകക്രിയ ചെയ്യുന്നതിനായിട്ട് ജലം അന്വേഷിക്കുന്ന സമയത്താണ് ചുറ്റിലും നിരീക്ഷിക്കുമ്പോൾ അവിടെ ജലം കണ്ടില്ല, പക്ഷേ ഗരുഡനെ കണ്ടു. ഗരുഡൻ അംശുമാനോട് പറഞ്ഞു, ദുഃഖിക്കണ്ട, നിൻ്റെ പിതൃക്കൾക്കെല്ലാവർക്കും അവർക്ക് സദ്ഗതിയെ പ്രാപിക്കുന്നതിനായിട്ട് സാധാരണ ജലം പോരാ, ഗംഗയെ ഭൂമിയിലൂടെ ഒഴുക്കണം, ഭൂമിയിലേക്ക് ഗംഗയെ ആനയിക്കണം എന്ന് ഗരുഡൻ്റെ നിർദ്ദേശം കേട്ടുകൊണ്ടാണ് അംശുമാൻ യാഗാശ്വത്തോടൊപ്പം തിരിച്ചു വരുന്നു. യാഗം വേണ്ട രീതിയിൽ പൂർത്തീകരിച്ചെങ്കിലും ഗംഗയെ ആനയിക്കുന്ന കാര്യത്തിൽ അംശുമാൻ പരാജയപ്പെടുന്നു. അംശുമാൻ്റെ പുത്രനായിട്ടുള്ള ദിലീപ മഹാരാജാവും അനേക കാലം രാജഭരണമൊക്കെ നടത്തിയെങ്കിലും ഗംഗയെ ആനയിക്കുന്നതിൽ ദിലീപനും പരാജയപ്പെട്ടു. തുടർന്ന് ആ ദിലീപ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ഭഗീരഥൻ, ഈ ഭഗീരഥൻ്റെ ഗംഗയെ ആനയിക്കുന്നതിന് വേണ്ടി നടത്തിയ തപസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ 42ാമത്തെ സർഗം അവസാനിക്കുന്നത്.